മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിലുള്ള തുടർ നടപടിക്കുള്ള സ്റ്റേ തുടരും. വിലക്ക് 4 മാസത്തേക്ക് കൂടി നീട്ടി ഹൈക്കോടതി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് CMRL ഹർജിയിൽ. എറണാകുളത്ത് 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മയുമായി തെളിവെടുപ്പ്. കുട്ടിയെ പുഴയിലെറിഞ്ഞ് മൂഴിക്കുളം പാലത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കുട്ടി പീഡനത്തിന് ഇരയായത് അറിഞ്ഞില്ലെന്ന് അമ്മയുടെ മൊഴി. ഭർത്താവിന്റെ വീട്ടുകാർ കുട്ടിയിൽ അമിത താല്പര്യം കാണിച്ചത് അസ്വസ്ഥപ്പെടുത്തി. ഭർത്താവ് 2ാം വിവാഹത്തിന് ഒരുങ്ങുന്നതായി വിവരം ലഭിച്ചു. തന്നെ ഒഴിവാക്കിയാൽ കുട്ടി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയാണ് കൊലപാതകത്തിന് കാരണമെന്നും അമ്മ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ നിർണായക തെളിവുകൾ പോലീസിന്. പെൺകുട്ടിയും പ്രതി സുഗാന്ത് സുരേഷും തമ്മിലുള്ള നിർണായക ചാറ്റ് വീണ്ടെടുത്തു. സുഗാന്ത് യുവതിയോട് ആത്മഹത്യാ തീയതി മുൻകൂട്ടി ചോദിച്ചു. ആഗസ്റ്റ് 9-ന് ആത്മഹത്യ ചെയ്യുമെന്ന യുവതിയുടെ മറുപടി. ചാറ്റ് കണ്ടെടുത്തത് സുഗാന്തിന്റെ ഫോണിൽ നിന്ന്. APCC പുനഃസംഘടനയിൽ കർശന നിർദ്ദേശവുമായി ഹൈക്കമാൻഡ്. പുനർസംഘടന ഉടൻ പൂർത്തിയാക്കാൻ നിർദ്ദേശം. മുതിർന്ന നേതാക്കളുടെ ആവശ്യം തള്ളി. നിർദ്ദേശം കനഗോലു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ED കൈക്കൂലി കേസിൽ പ്രതിയായ ED ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യാപേക്ഷ തേടി ഹൈക്കോടതിയിൽ. കോടതിയെ സമീപിച്ചത് ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ. നിരപരാധിയെന്നും പ്രതി ചേർത്തത് ദുരുദ്ദേശത്തോടെയെന്നും ഹർജിയിൽ. മലപ്പുറം കൂരിയാട് ബൈപ്പാസ് തകരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കാറിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ദൃശ്യങ്ങൾ പകർത്തിയത് ശബ്ദം കേട്ട് ഓടിയെത്തിയ ഡോക്ടർ. സംസ്ഥാനത്ത് ദേശീയപാതകൾ തകർന്നതിൽ അടിയന്തര യോഗം വിളിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രി. കോഴിക്കോട് രാമനാട്ടുകര ബൈപ്പാസിൽ അടിപ്പാതയിൽ വിള്ളൽ. വിള്ളൽ കണ്ടെത്തിയത് അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയിൽ. വിള്ളലിലൂടെ വെള്ളം റോഡിലേക്ക് ഒലിച്ചിറങ്ങുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. കാലവർഷം 2 ദിവസത്തിനുള്ളിൽ കേരള തീരത്ത്. റാപ്പർ വേടനെതിരെ NIAക്ക് പരാതി. പാട്ടിലൂടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന ആരോപണം. പരാതി നൽകിയത് പാലക്കാട് നഗരസഭ BJP കൗൺസിലർ മിനി കൃഷ്ണകുമാർ. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. പാലിയേക്കരയിൽ 124 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിൽ. പിടികൂടിയത് ഒഡീഷയിൽ നിന്നും കേരളത്തിലേക്ക് കടത്തിയ കഞ്ചാവ്.